ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആയുർവേദ വിധിപ്രകാരമുള്ള ഫേഷ്യലായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ മാസത്തിൽ 2 തവണ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിക്ക് ലൈറ്റ് ടേൺ ആവാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്തേക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള ആയുർവേദ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ ഇതിനകത്തേക്ക് ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന അശ്വഗന്ധയാണ്. അശ്വഗന്ധ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡിസ്കളറേഷനും എല്ലാം മാറ്റി ചുളിവും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാനായിട്ട് അശ്വഗന്ധ അടിപൊളിയാണ്. കൂടുതലേക്ക് നമ്മൾ മഞ്ചിഷ്ട കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ചിഷ്ടം നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൈൻ ചെയ്യാനായിട്ടും ഈ അശ്വഗന്ധ ആണെങ്കിലും അതേ റിസൾട്ട് തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൈൻ ചെയ്യാനായിട്ടും പാട് കുറയ്ക്കാനായിട്ടും മുഖക്കുരു ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി 2 ആൾക്കാരുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അല്പം വെള്ളം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് കഴുകി കൊണ്ടുവരുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാൻ കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചത് കഷായ പരുവാക്കി കൊണ്ടുവരണം. നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫേഷ്യലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പല്ല, അത് 4ാമത്തെ സ്റ്റെപ്പാണ് നമ്മളിത് ചെയ്ത് കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കണേക്ക് മുന്നേ നമുക്ക് ആദ്യം ഒരു കിഴി ഉണ്ടാക്കി വെക്കണം. അതായത് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ആയുർവേദ വിധിപ്രകാരം ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഴി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഗൈസ്, അതിന് വേണ്ടിയിട്ടുള്ള കഷായമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് വരുന്ന രീതിക്ക് നമ്മൾ വറ്റിച്ച് കൊണ്ടുവരാണ്. എന്നിട്ട് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ആ ഒരു ചൂടോടുകൂടി തന്നെ ഫിൽറ്റർ ചെയ്തോളൂ. നമുക്ക് അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രം മതി, ആ ഒരു വെള്ളം മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മഞ്ചിഷ്ടം മാത്രം ഉള്ളെങ്കിൽ അങ്ങനെ മഞ്ചിഷ്ടം മാത്രമായിട്ട് എടുക്കാം. അശ്വഗന്ധം മാത്രം ഉള്ളെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ രണ്ടും നല്ലതായതുകൊണ്ടാണ് ഞാനിവിടെ രണ്ടും ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കഷായത്തിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി, ഒന്നല്ല 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പച്ച പശുവിൻ പാലോ പാക്കറ്റ് പാലോ ആണ്. അത് ഈ കാണുന്ന അളവിൽ നമ്മൾ ഒരു 1.5 കപ്പോളം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കുഞ്ഞു കപ്പാണ്. അതുകൂടി ഇതിനകത്തേക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ ഏകദേശം കാണുമ്പോൾ നല്ല അടിപൊളി ചായയുടെ ലുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്തേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞവര റൈസാണ്. ഞവര അരി, റെഡ് റൈസ്. ഓക്കെ, അത് നല്ല രീതിക്ക് ഫൈനായിട്ട് പൊടിച്ചെടുത്ത പൗഡറാണ് നമുക്ക് വേണ്ടത്. ഏകദേശം 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോക്കകത്ത് കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്, പക്ഷേ വീണ്ടും ഞാൻ പിന്നീട് ചേർക്കുന്നുണ്ട്. അത് ഷൂട്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം. ഓക്കെ, അത് നമുക്ക് ഈ ഒരു ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ കുറുക്കിയെടുക്കുകയാണ്. നമ്മൾ ഒരുപാട് ഫേസ് ക്രീമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ? അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് വേറെ രീതിക്കാണ്, അത് ആയുർവേദ വിധിപ്രകാരം വേറെ രീതിക്കാണ് അവരത് ചെയ്തു വരുന്നത്. ചെയ്തവർക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണ് അവർ ചെയ്തു വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ റെഡിയായി നല്ല കറക്റ്റായിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരു കിഴിയാക്കി കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് തുണിയിലാണ് നമ്മൾ പൊതുവെ ആയുർവേദ ആ ഒരു ഇതിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തു തരുന്നത്. അവർ ക്ലിനിക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഒരു വൈറ്റ് ക്ലോത്തിനകത്ത് അവരുടെ കൂട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടൊരു കിഴി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമുക്കിവിടെ ഹോം മെയ്ഡൊക്കെ ആയതുകൊണ്ട് വൈറ്റ് തുണിയൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഞാനിവിടെ ടവൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കൂട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കിഴിയാക്കുകയാണ്. കെട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കെട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കിഴിയാക്കിയിട്ട് അതങ്ങ് ചുരുട്ടി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ചെയ്ത് വെക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്തു വരാനായിട്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ കിഴി ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ക്ലെൻസിങ് ആണ്. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടർ, തേൻ, ഓയിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇത് അല്പാൽപ്പം മതിയാവും. നമുക്കിത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ല മസാജ് കൊടുത്തോളൂ കേട്ടോ. എങ്കിലും നല്ല രീതിക്ക് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ആയി കിട്ടുള്ളൂ. ഫേസിലുണ്ടാകുന്ന കംപ്ലീറ്റ് പൊല്യൂഷനും ഡേർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തോട്ട് വരും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും. പിന്നെ നമുക്കൊരു കോട്ടൺ വൈപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതങ്ങ് തുടച്ചെടുക്കാം കേട്ടോ. തുടച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ടിഷ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഫേസിൽ എന്തോരം അഴുക്കുണ്ട് എന്നുള്ളത് കേട്ടോ. നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ തുടച്ചെടുക്കും. കാരണം ഇതിനകത്ത് നമ്മൾ ഓയിൽ കൂടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ 2 മിനിറ്റ് മസാജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്കത് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ക്ലെൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട്, അത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു മസാജാണ്. മസാജിങ് ക്രീം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ
എൻ്റെ ഷംനുസ് ഓർഗാനിയുടെ ആലോവേറ ജെൽ എടുക്കുന്നുണ്ട്. അല്പം അതിനകത്തേക്ക് ഓയിലോട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്രീം ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓയിൽ ചേർക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യുകയാണ്. അപ്പോൾ മസാജിന് യൂട്യൂബിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസ് മസാജ് എന്നുള്ളൊന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് മസാജിൻ്റെ വീഡിയോസും അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഈ ഒരു പാക്ക് ഒരു 5 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കാനായിട്ട് ടൈം കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിത് തുടച്ച് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതെ തന്നെ നമുക്കിത് അടുത്ത സ്റ്റെപ്പ് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ പഞ്ചസാരയും പാലുമാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്ക്രബായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ പൗഡറും പാലും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ആ ഒരു സ്ക്രബായിട്ട് ഉപയോഗിക്കുന്നത് ഓട്സും പാല് തന്നെയാണ്. പക്ഷേ എനിക്കത് ഓട്സിനോട് വലിയ എൻ്റെ ഫേസിലേക്ക് അലർജി ആയതുകൊണ്ട് ഞാനതിവിടെ എടുക്കാണ്ട് നമ്മുടെ പഞ്ചസാരയും പാലാണ് എടുക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഫേസ് സ്ക്രബ് ചെയ്യുന്നത്. ഏത് തരം സ്ക്രബാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാര തന്നെയാണ്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ക്രബാണ് പഞ്ചസാര കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. അതുകൊണ്ട് ആരും ഫാസ്റ്റിൽ ചെയ്യരുത്. മസാജൊക്കെ പറയുമ്പോൾ നമ്മൾ പതുക്കെ വേണം, ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യണമെങ്കിൽ പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഒരു 1 മിനിറ്റ് കൊടുത്താൽ മതി കേട്ടോ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും സ്ക്രബ് ചെയ്യരുത്. നമുക്ക് കവിളിലും മൂക്കുമ്മേലും ലിപ്പിലൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ണിൻ്റെ ആ ഭാഗത്തൊന്നും സ്ക്രബ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ മൈൽഡായിട്ടുള്ള സ്ക്രബാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എന്നതിന് ശേഷം നമുക്കത് വാഷ് ചെയ്തിട്ട് വരട്ടെ. ഞാനിത് വാഷ് ചെയ്യുന്നുണ്ട്, ബാക്കിയൊന്നും വാഷ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അത് അതിന് മീതെ നമ്മൾ അപ്ലൈ ചെയ്യണം. ആദ്യത്തെ ക്ലെൻസിങ്ങിൽ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ് നമ്മുടെ ഫേസ് പാക്ക്. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള നമ്മുടെ കിഴിയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ പശുവിൻ പാലിലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ റോ ആയിട്ടുള്ള മിൽക്കാണ്, നമ്മൾ കാച്ചിട്ടുള്ള മിൽക്കല്ല, പച്ച പാലാണ് കേട്ടോ. അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫേഷ്യൽ കിഴി നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന നവര റൈസിൻ്റെ ഫുൾ ഗുണങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ പാക്ക് എന്ന് പറയുമ്പോൾ നവര റൈസ് നമുക്ക് പാക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കിഴി ഉപയോഗിച്ചിട്ട് ഈ രീതിക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും റിസൾട്ട് ആയിരിക്കും നമുക്കിതിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. നമ്മളതിങ്ങനെ പാലിൽ ഇടയ്ക്കിടയ്ക്ക് ഡിപ്പ് ചെയ്യണം. എങ്കിലേ നമ്മളതിനകത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു നവര റൈസിൻ്റെ എക്സ്ട്രാക്ട് നമുക്ക് പുറത്തോട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നമുക്ക് ഫേസിൽ ഇങ്ങനെ ആ ഒരു കിഴി വെച്ചിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് സ്ക്വീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നവര റൈസിൻ്റെ ആ ഒരു കംപ്ലീറ്റ് എക്സ്ട്രാക്ട് നമുക്ക് വെളിയിലോട്ട് വരും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന കയ്യിൽ വെച്ച് നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാക്ട് വന്നിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു മെത്തേഡിൽ നമ്മളൊരു 5 മിനിറ്റ് നവര കിഴി ഉപയോഗിച്ചിട്ട് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ എക്സ്ട്രാക്ട് കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഒന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ അങ്ങ് ലീവ് ചെയ്യുക. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് വാഷ് ചെയ്ത് വരുന്നത്. പ്ലെയിൻ വാഷ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് ഒന്നും തന്നെ ഫേസിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല. മീൻസ് നമ്മൾ വേറെ എന്തെങ്കിലും DIY ആയിട്ടുള്ള പാക്കോ അല്ലെങ്കിൽ DIY ആയിട്ടുള്ള ജെൽസോ ക്രീംസോ ഒന്നും തന്നെ, അതായത് ഹോം റെമഡി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ 2 ദിവസത്തേക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നോർമലി ആയി ചെയ്യുന്ന CTM റൊട്ടീനൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം. ക്ലെൻസിങ്, ടോണറിങ്, മോയ്സ്ചറൈസിങ് എന്ന് പറഞ്ഞ രീതിക്ക് നമുക്ക് അങ്ങനെ ഡെയിലി ചെയ്യുന്ന കാര്യം ചെയ്യാം. അതല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒന്നും തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. 2 ദിവസത്തേക്ക് ഫേസിന് നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങ് വിടാം കേട്ടോ. ഈ ഒരു ഫേഷ്യൽ കഴിഞ്ഞ ശേഷം, നമ്മുടെ ഈ ഒരു കിഴി ഫേഷ്യൽ കഴിഞ്ഞ ശേഷം 2 ദിവസത്തേക്ക് നമ്മളൊന്നും തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഒരു ഫേഷ്യൽ നമുക്ക് മാസത്തിൽ 2 തവണ നമ്മുടെ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ ഏതൊരു ഫേഷ്യലും അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നാലും നല്ലൊരു മോയ്സ്ചറൈസറും ക്രീമോ അല്ലെങ്കിൽ ഫേസ് ജെല്ലോ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ രീതി എല്ലാവരും ഒന്നും ഫോളോ ചെയ്ത് വരിക. ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഫുള്ളായി കണ്ട് മനസ്സിലാക്കിയ ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് വരിക. എന്നിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.